വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വേറൊരു യൂട്യൂബ് ചാനലും ഉണ്ട്, അല്ല യൂട്യൂബറും ഉണ്ട്. സോ ഇന്ന് നമ്മുടെ കോളേജിലെ ഇലക്ഷൻ ആണ്. നമ്മൾ വോട്ട് പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം വയ്യേ ബാക്കിയുള്ളതൊക്കെ. ദിസ് ഈസ് ദ 23 ബാച്ച് അല്ലേ? ഇത് നമ്മുടെ 23 ബാച്ച് വോട്ടിന് വേണ്ടി കയറാൻ പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഇലക്ഷൻ ആണ്. നമ്മുടെ 2021 ബാച്ച് കൗൺസിൽ കയറുന്ന ഡേ ആണ്. അപ്പം നമ്മളിങ്ങനെ ഓരോ ബാച്ചിനെ അപ്രോച്ച് ചെയ്യുന്നൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ബാക്കി നമുക്ക് വഴിയെ കാണാം. പഞ്ചമി പ്രേം ജനറൽ സെക്രട്ടറി. അതാ പഞ്ചമി പ്രേം ജനറൽ സെക്രട്ടറി. എടി ഒന്ന് മാറണി നീ. അതാ പഞ്ചമി പ്രേം അതാ പഞ്ചമി പ്രേം ജനറൽ സെക്രട്ടറി. ദിവ്യ പഞ്ചമി പ്രേം ജനറൽ സെക്രട്ടറി. നമ്മളിപ്പോ വോട്ടിങ്ങിന് നമ്മുടെ വോട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ വോട്ട് ചെയ്യാൻ പോവാണ്. എന്റെ ഫ്രണ്ട് ജനറൽ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്നുണ്ട്. അല്ല ഇവളല്ല, ഞാൻ ഇത് ചെയ്തതാണ്. അപ്പം റിസൾട്ട് ഒക്കെ വരുന്നത് ഇവളാണ് നിൽക്കുന്നത്. ഇവളാണ് നമ്മുടെ കണ്ടസ്റ്റന്റ്. നമ്മുടെ ദിപ്സ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ലാസ്റ്റ് നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? പ്ലീസ് വോട്ട്. അതാ വോട്ട്. അതാ ചില്ല ഗൈസ്. അപ്പൊ നമ്മള് ലാസ്റ്റ് മിനിറ്റ് ഇലക്ഷൻ ക്യാമ്പയിനിലാണ്. ഇതിനോടൊക്കെ നമുക്ക് വോട്ട് പിടിക്കണം. ചോദിച്ചു വോട്ട് പിടിക്കുക. അപ്പോൾ നമ്മുടെ വോട്ടിംഗ് ഒക്കെ തീരാറായി. ഞങ്ങൾ ഇനി വോട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ പഞ്ചമിയൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ക്ലാസ്സിൽ ഓൾമോസ്റ്റ് എല്ലാവരും കഴിഞ്ഞു. എല്ലാവരും വോട്ട് ചെയ്തിട്ടൊക്കെ പോവാണ്. നമ്മൾ കുറച്ച് പേര് മിച്ചമുണ്ട്, അതുകൂടെ ചെയ്യണം അല്ലേ? അതിന് റിസൾട്ടൊക്കെ വരും ഉടനെ തന്നെ അല്ലേ? അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ഓക്കെ ഗൈസ്, അവള് വിളിക്കുന്നത്. അപ്പം നമ്മൾ താഴെ പോകണം. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. ഡ്രൈ ലൈഫില് നമ്മൾ പോരാടുകയാണ്. നമുക്കൊരു നല്ല കൗൺസിൽ വേണം. വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തില്ലല്ലോ. ലാസ്റ്റ് മിനിറ്റ് എന്ത് തോന്നുന്നു? വളരെയധികം ടെൻഷൻ ഉണ്ടോ? പണ്ടാറ തുടങ്ങി. അതാ ഇവിടെ എന്താ പറയുന്നുണ്ട്? നടുവേന എടുക്കുന്നു. ഇവിടെ കുറെ പേര് ഇരിക്കുന്നുണ്ട്. അനന്തോ ലാസ്റ്റ് നിമിഷം എന്താ പറയാനുള്ളത്? ഒന്നും പറയില്ലേ? എന്തെങ്കിലും പറ. വോട്ടിങ്ങിനെ പറ്റി, ഇലക്ഷനെ പറ്റി. ഇന്നത്തെ ഇലക്ഷൻ ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് പോകുന്നത്. ഇത്ര ടൈറ്റ് ഇതുവരെ കണ്ടിട്ടില്ല. ഇത്ര ഒറിജിനൽ ആയിട്ടുള്ള വോട്ടിംഗ് കൂടെ ആദ്യമായിട്ട് നടക്കണേ. ചെക്കന്മാർക്കും ഗേൾസിനും ഭാഷനും എല്ലാവർക്കും തുടങ്ങിയില്ല. എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടെ നല്ലൊരു കുട്ടിയാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇത്ര ഇൻഫ്ലുവൻസ് ഉള്ള നമ്മുടെ ബാച്ച്. ഞങ്ങളിപ്പോ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡിലാണ്. വോട്ടിംഗ് എന്തോടെ ഒരാൾ തുടങ്ങി. സൂര്യകൃഷ്ണ കൗണ്ടിങ്ങിന് നീയാണോ പോകുന്നത്? കൗണ്ടിങ്ങിന് ഞാൻ തന്നെ പോണേ. എന്താ പറയണ്ടത്? കോളേജ് യൂണിയൻ നല്ല രീതിയിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ എന്തെങ്കിലും പറയണ്ടോ? എല്ലാം പവറാവട്ടെ. ശരി. ജയിച്ചാലും തോറ്റലും വീഡിയോ ഞാൻ കൃഷ്ണപ്രസാദിനെ റെപ്രസെൻ്റ് ചെയ്താണ് ഇറങ്ങിയിരിക്കുന്നത്. അവൻ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലിൽ നിൽക്കുന്ന ആളാണ്. അപ്പം ഞാൻ വോട്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് നോക്കിയിരിക്കുകയാണ്. അടുത്ത കണ്ടസ്റ്റന്റ് ഇത് ആർട്സിന് നിൽക്കുന്ന ഐശ്വര്യ അനിൽകുമാർ. വോട്ട് ചെയ്തു. അങ്ങനെ ഞാനും വോട്ട് ചെയ്തു. വിജയം, ശുഭദിനം. അതാ പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് തോറ്റാലും ജയിച്ചാലും എനിക്ക് വിഷമവും. തോറ്റാലും ജയിച്ചാലും നീ കരയും അല്ലേ? ഞാൻ കരയും. ഗൈസ്, ഞാൻ തോറ്റാലും ജയിച്ചാലും ഞാൻ കരയും.
അപ്പം അതാണ് എനിക്ക് പറയാതെ ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് പിന്നെയും ഞാൻ കരയും. തേർഡ് തിങ് തോറ്റ ഞാൻ പിന്നെയും കരയും. എൻ്റെ സൗണ്ട് പോയി. ഇതാണ് എൻ്റെ എഫേർട്സ്. എൻ്റെ എഫേർട്സ് കാണുമെങ്കിൽ നിങ്ങൾ എൻ്റെ സൗണ്ട് ശ്രദ്ധിക്കുക. എൻ്റെ സൗണ്ട് പോയി ഗൈസ്. സോ ഫെയർ വിൻസ്. അതാ ഫെയർ മീൻസ് എന്താവുന്നെന്ന് അറിഞ്ഞൂടാ. കൗണ്ടിങ് വരെ ഉച്ചയ്ക്ക് 2:30 സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അപ്പം നമ്മൾ മാക്സിമം പോസിറ്റീവ് ആയിരിക്കുക. നമ്മൾ ഒരിക്കലും അൺഫെയറിനെതിരെ പോകരുത്. ഇനി അൺഫെയറിലോട്ട് പോകരുത്. ഫെയർ ആയിട്ട് ജയിക്കാൻ നോക്കുക. എന്നെ കൊണ്ട് പറ്റും. ഇവളെ കൊണ്ട് പറ്റും. എന്നെ കൊണ്ടേ പറ്റും. നമ്മൾ ഇലക്ഷൻ ക്യാമ്പയിന് നിൽക്കുകയാണ്. നമ്മളിവിടെ എന്താ പറയേണ്ടത്? ഞങ്ങളെ ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഈ മുഖം നിങ്ങൾ കാണണമെങ്കിൽ ഒന്നുകൂടെ എൻ്റെ ഫസ്റ്റ് ബ്ലോഗ് പോയി കണ്ടാൽ ഞാൻ പോയി. ഇതാണ് നമ്മുടെ ആര് മാഗസിൻ മാത്രം പുറത്തു വിടുക. ഓക്കെ, ജയിച്ചില്ലേലും പുറത്തു വിടില്ലേ? പുറത്തു വിടില്ലേ? ടെൻഷനായി ഞാൻ പുറത്തു വിടും. നമ്മുടെ ആരായിരുന്നു? ഒന്നും പറയാനില്ല, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇലക്ഷനെ പറ്റി എന്തായിരുന്നു? ആര് ജയിച്ചാലും നമ്മുടെ കൗൺസിലാണ്. നമ്മുടെ ബാച്ച് നമ്മുടെ കൗൺസിലാണ്. ഇതാ കുറെ പേരോട് വരുന്നുണ്ട്. നമ്മളിനി പോയി അവരോട് സംസാരിക്കാം അല്ലേ? അതെ, അങ്ങോട്ട് ജയിച്ചാൽ മതിയായിരുന്നു. ഞാനല്ല നിൽക്കുന്നത്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പാർവതി ഭയങ്കര സപ്പോർട്ടായിരുന്നു. ക്ലാസ്സിന് പോലും പോകാതെ. അതെ, ക്ലാസ്സിന് പോലും പോകാതെ. ആചാരന്മാരുടെ പേരുടെ ടെൻഷനുണ്ടോ? മോളെ പറയണ്ട, ടെൻഷനൊന്നുമില്ല. ഇതൊക്കെ വെറും സിമ്പിൾ. അതാ, വേറെ എന്തിനു പറയാനുണ്ടോ? എനിക്കൊന്നും പറയില്ല. ഒരു ആയുർവേദ ചികിത്സക്ക് കൊണ്ടുപോകണം. എന്റെ കാലൊക്കെ മരവിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ കാണുന്ന ക്യാമ്പയിനിങ് ആണ്. ഒക്കെയാണ് നടക്കുന്നത്. എന്ത് പറയേണ്ടത് പോലെ അറിഞ്ഞൂടാ. ഇന്ന് വൈകിട്ടോടെ നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് വരും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ക്യാൻറ്റീനിൽ വന്നേക്കുവാണ്. ഇപ്പം 2 മണിയാകാൻ 10 മിനിറ്റേ ഉള്ളൂ. നമുക്ക് 2 മണിക്കാണ് ക്ലാസ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? കയറാൻ പറ്റുമോ? പറ്റും എന്ന് തോന്നുന്നില്ല. സൈഡിലോട്ട് വീണത് വൈഷ്ണവ് ഇവിടെ ഇരുന്ന് ആ സാധനം അപ്പുറത്തോട്ട് വീണു. ഞാൻ ഞെട്ടിപ്പോയി. പറഞ്ഞോ, ഞാൻ പിന്നെ പൊട്ടി. ഇതാണ് നമുക്ക് വേണ്ടത്. ഭാവി തലമുറകൾ എന്നെ പോലെ സപ്പോർട്ട്. ഓർഡർ ഇത് കാണണം. നാണം കിട്ടവൾ എന്റെ ചേച്ചിയെ പുച്ഛിച്ചു. എനിക്ക് വേണ്ടി വർക്ക് ചെയ്ത ഞാൻ തോറ്റു. അപ്പൊ എനിക്ക് വേണ്ടി വർക്ക് ചെയ്ത ആളുകളാണ് I'm so proud of having these people in my life and this exception. So നിങ്ങൾ 3, നമ്മൾ 3, നിങ്ങൾ 2. അതുകൊണ്ടോ അതാ സെറ്റ്.